കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് നമുക്കറിയാം ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത ഒരു മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഒത്തിരി ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുകയാണ്. പ്രിയ ദേവിദാസൻ ജിവിൻ പോക്കാൽ ഇവിടെ നിൽപ്പുണ്ട്. പ്രിയ ദേവിദാസൻ അന്ന് എന്നോട് ചോദിച്ചു, എടാ എന്തുവായി കാര്യങ്ങളൊക്കെ, എന്തുവായി നിൻ്റെ കാര്യങ്ങൾ എന്തുവായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒന്നും ആയിട്ടില്ല, എല്ലാം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം ലുലു മാളിൽ പോയിട്ടുണ്ട്, അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ നമ്മൾ കണ്ടേക്കുന്ന ഡോറുകളെല്ലാം സ്ലൈഡ് ഡോറുകളാണ്. നമ്മൾ പാർക്കിങ്ങിൽ കാർ കൊണ്ടിട്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരിക്കലും ആ സ്ലൈഡ് ഡോർ നമുക്ക് വേണ്ടി തുറക്കത്തില്ല. ഇത്ര മീറ്റർ ഇപ്പുറം നിന്നാലും തുറക്കത്തില്ല. നമ്മൾ 2 ചുവട് മുമ്പോട്ടെടുത്ത് വെക്കുമ്പോൾ എന്നാൽ 2 ചുവട് മുമ്പോട്ടെടുത്ത് വെച്ചതല്ലേ എന്നോർത്ത് ഒരിക്കലും ആ സ്ലൈഡ് ഡോർ തുറക്കത്തില്ല. എന്നാൽ പോട്ടെ, 2 അല്ല, ഒരു 5 ചുവട് അടുത്തോട്ടെടുത്ത് വെക്കാം. 5 ചുവട് അടുത്തോട്ടെടുത്ത് വെക്കാം എന്ന് പറഞ്ഞാലും സ്ലൈഡ് ഡോർ തുറന്നിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റി ഒരിക്കലും നമുക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല. ആ സ്ലൈഡ് ഡോർ തുറക്കണമെങ്കിൽ അതിൻ്റെ അടുത്തെത്തിയെങ്കിൽ മാത്രമേ അത് തുറക്കത്തുള്ളൂ. പ്രിയദാസൻ എന്നോട് അന്നേരം ഒരു കാര്യം കൂടെ പറഞ്ഞു. അത് മാത്രമല്ല, അതെപ്പോഴും തുറന്നു കിടന്നാൽ അതിനകത്തെ തണുപ്പെല്ലാം പുറത്തുപോയി അതും പ്രയോജനമില്ലാതെ ഇതും പ്രയോജനമില്ലാതെ ആയി പോകും. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ, ഒരാവശ്യം ദൈവസന്നിധിയിൽ കരയറ്റുമ്പോൾ അതിനടുത്തേക്ക് ഞാൻ അടുത്തോട്ട് ഓരോ ദിവസം കഴിയും തോറും അതിനടുത്തടുത്തടുത്ത് വരുമ്പോൾ നമ്മളെ ഓർക്കേണ്ടവർ പലപ്പോഴും മറന്നുപോയെന്ന് വരും. നമ്മളെ സഹായിക്കേണ്ടവർ പലപ്പോഴും കൈ പിൻവലിച്ചെന്ന് വരും. പക്ഷേ ആ ഒരു പ്രശ്നത്തോട്, ആ ഒരു വിഷയത്തോട് നമ്മൾ അടുത്തടുത്തടുത്ത് വരുമ്പോൾ ദൈവം തൻ്റെ മഹത്വം നമുക്ക് വേണ്ടി തുറന്നു തരുമെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അന്ന് കണ്ട കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, എത്ര വലിയ വ്യാകുലമാണേലും എത്ര വലിയ ഭാരമാണേലും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും മന്ദത പിടിച്ചിരിക്കരുത്. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. എത്ര വലിയ വിഷയമാണെങ്കിലും അതിനടുത്ത് മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ സർവശക്തനായ കർത്താവ് അത് നമുക്ക് വേണ്ടി തുറന്നു തരും. തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഈ കർത്താവിനെയല്ല നമ്മൾ വേറെ ആരെ ആരാധിക്കും? ഈ കർത്താവിനെ അല്ല നമ്മൾ വേറെ ആരെ സ്നേഹിക്കും? പാട്ടുകാരൻ ഇപ്രകാരം ഒരു പാട്ടുണ്ട്, ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. ഈ കർത്താവിനെ പിൻചെന്നാൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെന്നല്ല, കിട്ടും, ഇതൊക്കെ കിട്ടും. പക്ഷെ അതിലെല്ലാം ഉപരിയായി പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഒറ്റപ്പെടലുകൾ വരും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും വട്ടപൂജ്യമായി തീരുന്ന പല അനുഭവങ്ങൾ കടന്നു വരും. പക്ഷെ ആര് കൈവിട്ടാലും, ആര് ഉപേക്ഷിച്ചാലും, ആര് വാക്ക് മാറ്റി പറഞ്ഞാലും ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവം തൻ്റെ കരത്തിൽ നമ്മളെ മുറുകെ പിടിച്ചു.